നമസ്കാരം. ഫെബ്രുവരി 28-ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തോടെ ആരംഭിച്ച അമേരിക്ക ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയെ വലിയൊരു സുരക്ഷാ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും ആഗോള ഇന്ധന വിപണിയെ ഉലയ്ക്കുമ്പോൾ ഈ യുദ്ധം ലോകത്തിൻ്റെ മറ്റൊരു കോണിലുള്ള റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൻ്റെ ഗതി മാറ്റാൻ പ്രാപ്തമാണെന്ന തിരിച്ചറിവ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. ട്രംപ് ഭരണകൂടം ഇറാനെ സൈനികമായി നേരിടുമ്പോൾ അതിൻ്റെ അപ്രതീക്ഷിത ഗുണഭോക്താവായി വ്ളാഡിമിർ പുടിൻ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരേ സമയം സാമ്പത്തികവും സൈനികവുമായ വലിയൊരു ലോട്ടറിയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം ആഗോള എണ്ണ വിപണിയിലെ കുതിച്ചുചാട്ടമാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോൾ റഷ്യയുടെ യൂറൽസ് എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാർ ഏറുകയാണ്. റഷ്യയുടെ ഫെഡറൽ ബജറ്റിൻ്റെ 45% ഇന്ധന വരുമാനത്തെ ആശ്രയിച്ചാണ് എന്നിരിക്കെ യുദ്ധം മൂലം ലഭിക്കുന്ന ഈ അധിക വരുമാനം പുടിൻ്റെ യുദ്ധസഞ്ചി നിറയ്ക്കുവാൻ സഹായിക്കും. യുക്രൈൻ യുദ്ധം കാരണം തളർന്നുപോയ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സാഹചര്യം ഒരു ജീവവായു പോലെയാണ് അനുഭവപ്പെടുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ സൈനികമായ ചില തന്ത്രപ്രധാന ലാഭങ്ങളും റഷ്യ ഈ പ്രതിസന്ധിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക മിസൈലുകളും പ്രതിരോധ സാമഗ്രികളും യഥാർത്ഥത്തിൽ യുക്രൈനിലേക്ക് പോകേണ്ടവയായിരുന്നു. പാട്രിയറ്റ് മിസൈലുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഇപ്പോൾ പശ്ചിമേഷ്യൻ പോർമുനയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് യുക്രൈൻ്റെ വ്യോമ പ്രതിരോധം ദുർബലപ്പെടുത്തുവാൻ കാരണമായേക്കാം. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രദ്ധയും വിഭവങ്ങളും പശ്ചിമേഷ്യയിലേക്ക് തിരിയുന്നത് യുക്രൈനിൽ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തുവാൻ റഷ്യയ്ക്ക് അവസരമൊരുക്കും. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ നിരീക്ഷിച്ചതുപോലെ ഈ സംഘർഷത്തിൻ്റെ യഥാർത്ഥ വിജയി റഷ്യയാണ്. ഭൂരാഷ്ട്ര തന്ത്രപരമായി നോക്കിയാൽ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ ഈ യുദ്ധം കാരണമായിട്ടുണ്ട്. 2025 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാർ ഇപ്പോൾ കൂടുതൽ പ്രായോഗികമായ തലത്തിലേക്ക് മാറുകയാണ്. ഇറാനെതിരെ റഷ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതായും വാർത്തകളുണ്ട്. പകരമായി യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുവാൻ ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും റഷ്യയ്ക്ക് തുടർന്നും ലഭിക്കും. പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ സ്വാധീനം കുറയുന്നത് റഷ്യയ്ക്ക് ചില മേഖലകളിൽ നഷ്ടമാണ് എങ്കിലും അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ ഇറാൻ റഷ്യയെ കൂടുതൽ ആശ്രയിക്കുന്നത് മോസ്കോയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കും. എങ്കിലും ഈ നേട്ടങ്ങൾ എത്ര കാലം നിലനിൽക്കുമെന്നത് സംശയകരമാണ്. ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകരുകയോ അല്ലെങ്കിൽ വാഷിങ്ടണുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്താൽ റഷ്യയ്ക്ക് മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയെ നഷ്ടമാകും. സിറിയയിൽ ബാഷർ അൽ അസദിൻ്റെ പതനത്തിന് ശേഷം റഷ്യയുടെ സ്വാധീനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ പതനം റഷ്യയെ കൂടുതൽ ഒറ്റപ്പെടുത്തിയേക്കാം. കൂടാതെ ഇറാൻ്റെ ഡ്രോൺ നിർമ്മാണശാലകൾ അമേരിക്കൻ ആക്രമണത്തിൽ തകരുന്നത് റഷ്യയുടെ യുദ്ധസാമഗ്രികളുടെ വിതരണത്തെ ബാധിക്കും. ചുരുക്കത്തിൽ ഹ്രസ്വകാല ലാഭങ്ങൾക്കായി റഷ്യ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തന്ത്രപരമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് റഷ്യയ്ക്ക് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം വഴിമാറ്റിയ തന്ത്രപരമായ നീക്കങ്ങൾ വരും മാസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.